അപ്പോൾ ഗെയിം ഓപ്പൺ ആയിട്ട് ഈ ആഴ്ച അത്യാവശ്യം നല്ല കുറച്ച് സന്തോഷിക്കാൻ പറ്റാവുന്ന രീതിക്ക് റിവാർഡൊക്കെ തന്നിട്ടുണ്ട്. ഒരു എപ്പിക്ക് ഫ്രീ ട്രൈ, പിന്നെ 300 ഫ്രീ ട്രൈ, ഒരു എപ്പിക്ക് ഷുവറായിട്ട് നമുക്ക് സ്പിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ നോക്കാം. അപ്പോൾ ഈ ആഴ്ചത്തെ ഇതാട്ടോ അത് 11, 17, 2 ഇത്രയും ഫ്രീ ട്രൈ, അത് 30 ഫ്രീ ട്രൈ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാം. പിന്നെ 160 കോയിനെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ആക്കിയാലേ കിട്ടുള്ളൂ. പിന്നെ ഡെയിലി നമുക്കിങ്ങനെ ലോഗിൻ ബോണസായിട്ട് ഫ്രീ ട്രൈ കിട്ടും. ഇതാണ് ഈ ആഴ്ചത്തെ പാക്ക്. ഗുള്ളിറ്റ് റൗളിനാണെന്നുണ്ട്, ബട്ട് കോയിനില്ല, കോയിനെ കിട്ടുന്നത്. ഓക്കെ, റൗള്, റിബറി, പിന്നെ നമ്മുടെ ഗുള്ളിറ്റൊക്കെ വിഷയമായിരിക്കും. ഓക്കെ, അത് നേരെ നമ്മുടെ ഫ്രീ ട്രൈയുടെ സംഭവത്തിൽ കിട്ടും. ഫ്രീ ട്രൈ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് 300 പ്ലേയേഴ്സ് ഉണ്ട്. 300 പ്ലേയേഴ്സിൽ നിന്ന് ഒരു 1, 2, 3, 4, 5, 6, 10, 8 എപ്പിക്ക്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 30 ഫ്രീ ട്രൈ കയ്യിലിരുന്നിട്ട് 30 ഫ്രീ ട്രൈ എങ്ങനെ കിട്ടിയാലോ. ഓക്കെ, ഇങ്ങനെ കിട്ടിയാലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 30 ഫ്രീ ട്രൈ ടാർഗറ്റ് കിട്ടുകയാണെങ്കിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോമിനേറ്റിങ് നോക്കിയാൽ മതിയല്ലോ. നോമിനേറ്റിങ് കോൺട്രാക്ട്. ഓക്കെ, അത് ഞാൻ പറയാം. അതുവരെ വെയിറ്റ് ചെയ്യുക, ഇങ്ങനെ കൂട്ടി വയ്ക്കുക. കിട്ടും സ്പിൻ ചെയ്യാണ്ട് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഒരു സ്പിൻ എടുക്കുക. ഓക്കെ, അതായിരിക്കും നല്ലത്. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ബെർക്കാമ്പൊക്കെ പുതിയ കാർഡാണ്. 2-3 പുതിയ കാർഡാണ്. അപ്പോൾ നമുക്ക് മാച്ചിൽ ഇവൻ്റൊക്കെ എന്താണെന്ന് നോക്കാം. എല്ലാ ആഴ്ചത്തെ പോലെ തന്നെ ഒരു 50 കോയിൻ്റെ ഇവൻ്റുണ്ട്. അത് 50 കോയിൻ കിട്ടും. പിന്നെ ഇത് കളിച്ചാൽ മറ്റേ ഒബ്ജക്റ്റീവ്സിലെ ആ ഫ്രീ ട്രേഡ് ഒബ്ജക്റ്റീവ് അത് കംപ്ലീറ്റ് ആക്കും. ഈ 8th ആനിവേഴ്സറി നടത്താനുണ്ടോ, അതൊക്കെ കളിച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ആകും. ഇതിനകത്ത് 2 എണ്ണം ഉണ്ട്. ഇതും പിന്നെ ഇതും. ഓക്കെ, സ്പാനിഷ് ക്ലബ്ബ്. ഇംഗ്ലീഷ് കളിച്ചാൽ മറ്റേ വിനീഷ്യസിൻ്റെ പ്ലെയർ ഓഫ് ദി വീക്കില്ലേ, അതായത് ഫ്രീ സ്പിൻ കിട്ടും. നമ്മൾ ഒബ്ജക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നട്ടോ 30 ഫ്രീ ട്രൈ, 30 ഉണ്ടാവില്ല, 21 ഫ്രീ ട്രൈ ഇതിൽ ബാക്കി 9 ലോഗിനായിട്ട് കിട്ടും. ഇതിൽ നിന്ന് ഒരെണ്ണം അങ്ങനെ. ഇത് നോക്കുകയാണെങ്കിൽ അത് 5 ഫ്രീ ട്രൈ ഉണ്ട്. ഈ ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ആക്കിയാൽ 5 ഫ്രീ ട്രൈ കിട്ടും. പിന്നെ മറ്റേ നമ്മുടെ നോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ സെലക്ട് സൈൻ ചെയ്യില്ലേ, അതെങ്ങനെ കിട്ടണമെന്ന് വെച്ചാൽ ഈ 21 ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ഈ 21 ഫ്രീ ട്രൈ ഇല്ലേ, 21 ഫ്രീ ട്രൈ സ്പിൻ ചെയ്ത് കറക്കിയാലാണ് നമുക്ക് ആ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതായത് 21 ഫ്രീ സ്പിൻ ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്. 30 ഫ്രീ സ്പിൻ കിട്ടിയിട്ട് 30 കറക്കിയിട്ട് നമ്മുടെ ഒരു പ്ലെയറിനെ സെലക്ട് ചെയ്ത് സൈൻ ചെയ്താൽ മാത്രം മതി. 30 ഫ്രീ ട്രൈ കിട്ടുമ്പോൾ കറക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത്ര ലാഭമായില്ലേ. ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബെർക്കാമിൻ്റെ പുതിയ കാർഡാണ്. പിന്നെ നമ്മുടെ റൈറ്റ് ബാക്ക് അത് പുതിയ കാർഡാണ്. പിന്നെ ഗോൾ കീപ്പർ അതും പുതിയ കാർഡാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ ഇവൻറ്റ്. ഓക്കെ.